കേരള പിറവിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ആദ്യത്തെ ചോദ്യം: കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം: 1956 നവംബർ 1. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത്? ഉത്തരം: കണ്ണൂർ. ഭാരതത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം? ഉത്തരം: കേരളം. കേരളം രൂപീകൃതമായ വർഷം? ഉത്തരം: 1956. ജനസംഖ്യ കൂടിയ ജില്ല ഏത്? മലപ്പുറം ജില്ല. കേന്ദ്ര മന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം: ജോൺ മത്തായി. കേരളത്തിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ട്? ഉത്തരം: 7 തവണ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം: പെരിയാർ. ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം: ആലപ്പുഴ. 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതായിരുന്നു? ഉത്തരം: കേരളം. കേരളത്തിലെ ആദ്യത്തെ വൈഫൈ സർവകലാശാല എന്ന വിശേഷണം ഏത് സർവകലാശാലയ്ക്കാണ്? ഉത്തരം: കാലിക്കറ്റ്. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം: കേരളം. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം: റസൂൽ പൂക്കുറ്റി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല? ഉത്തരം: പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല? ഉത്തരം: എറണാകുളം. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം? ഉത്തരം: ആർ ബാലകൃഷ്ണപിള്ള. കേരള ഗാനം എന്നറിയപ്പെടുന്ന ജയ ജയ കോമള കേരളധരണി രചിച്ചതാരാണ്? ഉത്തരം: ബോധേശ്വരൻ. സരസ്വതി സമ്മാനം നേടിയ പ്രഥമ വനിത ആരാണ്? ഉത്തരം: ബാലാമണിയമ്മ. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല? ഉത്തരം: വയനാട്. കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഉത്തരം: കേരളം. സംസ്ഥാന മന്ത്രിയായ ശേഷം സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി? ഉത്തരം: VR കൃഷ്ണയ്യർ. കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണ സമയത്ത് എത്ര ജില്ലകളുണ്ടായിരുന്നു? ഉത്തരം: 5. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം: നെയ്യാർ. മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യ മലയാളി വനിത? ഉത്തരം: സിസ്റ്റർ അൽഫോൺസാമ്മ. കേരള ഗവർണറാകുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം: വി വിശ്വനാഥൻ. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ്? ഉത്തരം: വയലാർ. കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഏതാണ്? ഉത്തരം: ഇരിങ്ങോൾ, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം: ഇടുക്കി. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ഉത്തരം: 38,863 ചതുരശ്ര കിലോമീറ്റർ. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രഭാഷണം നടത്തിയ ആദ്യ വനിത? ഉത്തരം: മാതാ അമൃതാനന്ദമയി. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ? ഉത്തരം: ജസ്റ്റിസ് MM പരീദ് പിള്ള. കേരളത്തിലെ ആദ്യത്തെ സഹകരണ മെഡിക്കൽ കോളേജ്? ഉത്തരം: പരിയാരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഉത്തരം: പട്ടം, തിരുവനന്തപുരം.
കേരള പിറവി ദിനം എന്നാണ്? ഉത്തരം നവംബർ 1. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ഏതാണ്? ഉത്തരം MV റാണി പത്മിനി. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എവിടെ? ഉത്തരം കോഴിക്കോട്. ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരളത്തിൽ ആദ്യ കമ്പ്യൂട്ടർവൽക്കരിച്ച പോലീസ് സ്റ്റേഷൻ? ഉത്തരം പേരൂർക്കട, തിരുവനന്തപുരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തീർണം? ഉത്തരം 1.18%. ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമം? ഉത്തരം മുല്ലക്കര. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? ഉത്തരം 3 നദികൾ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരള പിറവി സമയത്ത് കേരളത്തിൻ്റെ ഗവർണർ ആരായിരുന്നു? ഉത്തരം B. രാമകൃഷ്ണ റാവു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? ഉത്തരം 41. കേരളം നാളികേര വർഷമായി ആചരിച്ചത്? ഉത്തരം 2008. കേരളത്തിൽ ആകെ ജില്ലകളുടെ എണ്ണം എത്ര? ഉത്തരം 14. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? ഉത്തരം കണിക്കൊന്ന. കേരളത്തിലെ ഏറ്റവും ജനസമൃദ്ധമായ നദി ഏതാണ്? ഉത്തരം പെരിയാർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം വേഴാമ്പൽ. ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല? ഉത്തരം പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വരുമാനം കൂടിയ ജില്ല? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക് ദേവാലയം? ഉത്തരം കൊടുങ്ങല്ലൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്ന ദേശീയ പുഷ്പമായ രാജ്യം? ഉത്തരം തായ്ലാൻഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം? ഉത്തരം കോട്ടയം. കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഏതാണ്? ഉത്തരം അശോക ബീച്ച് റിസോർട്ട്, കോവളം. മലബാർ ജില്ലയുടെ ഏത് പ്രദേശമാണ് മദിരാശിയോട് ചേർക്കപ്പെട്ടത്? ഉത്തരം ഗൂഡല്ലൂർ. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ്? ഉത്തരം R. ശങ്കരൻ നാരായണൻ തമ്പി. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? Please comment your answer. Thanks for watching.